ഹലോ ഫ്രണ്ട്സ്, വെസ്റ്റേൺ സ്പീക്കറിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മൈ ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ 2 റൂള് പറഞ്ഞു സക്സസ് ആവാൻ വേണ്ടി. 1 ആക്ഷൻ, 2 റിസ്ക് എടുക്കാൻ തയ്യാറാവാന്ന്. 3ാമത് ഞാൻ പറയുകയാണ് പേഷ്യൻസ്, ക്ഷമയുണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇഫ് യു ആർ മാസ്റ്റർ ഇൻ പേഷ്യൻസ് യു വിൽ ബി മാസ്റ്റർ ഇൻ എവറിത്തിങ് എന്ന് പറയുന്നത്. ക്ഷമയിൽ നിങ്ങൾ മാസ്റ്റർ ആണെങ്കിൽ ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് മാസ്റ്റർ ആകാൻ കഴിയും. ദാറ്റ് മച്ച് പവർ ഉണ്ട് ക്ഷമയ്ക്ക്. അപ്പോൾ എല്ലാവരും ക്ഷമയുള്ളവരാവുക. ലാംഗ്വേജ് പഠിക്കണമെങ്കിലും ക്ഷമയുണ്ടാവണം. ട്രെമൻഡസ് ക്ഷമയുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയധികം ഡെഡിക്കേഷൻ ആവശ്യമുള്ള ഒരു ആക്ടിവിറ്റിയാണ് ലേണിംഗ് എ ലാംഗ്വേജ്. മൈ ഡിയർ ഫ്രണ്ട്സ്, സ്പീക്ക് ഇംഗ്ലീഷ്, ചേഞ്ച് യുവർ ലൈഫ്. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയല്ലേ, സെൻറ്റൻസസ് മേക്കിംഗ് ഒരു യൂസേജുകൾ എടുത്തു തുടങ്ങണം. അപ്പം ഇന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂസേജ് ആണ്, എന്നാൽ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു യൂസേജ് ആണ് ലെറ്റ് എന്ന് പറയുന്നത്, അല്ലേ? ലെറ്റ് എന്ന് പറയുമ്പോൾ ചെയ്യാൻ അനുവദിക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുക. അപ്പോൾ ഇതിന് പല ലെറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒബ്ജക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം സബ്ജക്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. സബ്ജക്റ്റ് പ്രവൃത്തി ചെയ്യുന്നവരാരോ അവർ സബ്ജക്റ്റ്, പ്രവൃത്തി സ്വീകരിക്കുന്നവരാരോ അവരാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ലെറ്റ് ഉപയോഗിക്കുമ്പോൾ ഒബ്ജക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ ആദ്യമായിട്ട് ഞാനിപ്പോൾ പഠിപ്പിക്കുന്നത് ലെറ്റ് അസ് എന്നാണ് പറയുക. ഇതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് ലെറ്റ്സ് എന്നാണ് നമ്മൾ പറയുക, അല്ലേ? ലെറ്റ് അസിൻ്റെ ഷോർട്ട് ഫോം ആണ് ലെറ്റ്സ്. നമുക്ക് ഒരുമിച്ച് ചെയ്യാം, നമുക്ക് അങ്ങനെ ചെയ്യാം എന്നാണ് ലെറ്റ്സിന്റെ മീനിങ്. നമുക്ക് എന്ന് പറഞ്ഞാൽ വി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഒബ്ജക്റ്റീവ് ഫോമാണ് അസ്. വി നമ്മൾ എന്നാണ്, അസും നമ്മൾ തന്നെയാണ്. ഓക്കെ, പക്ഷെ ആക്ഷൻ ഫോം വരുമ്പോൾ വി ആയിട്ട് മാറും, റിസീവിങ് ഫോം ആവുമ്പോൾ അസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ലെറ്റ് അസ്, നമുക്ക് അങ്ങനെ ചെയ്യാം. ഈ എക്സാമ്പിളാണ് നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ്, നിങ്ങൾക്കൊരു 100 എണ്ണമൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നോക്ക്, ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് ഗോ ഫോർ എ മൂവി. നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? ലെറ്റ്സ് ഗോ ഫോർ എ മൂവി. ലെറ്റ്സ് റീഡ് സം ബുക്സ്. കുറച്ച് ബുക്സുകൾ വായിച്ചാലോ നമുക്ക്? ലെറ്റ്സ് അക്സെപ്റ്റ് ദാറ്റ് ഓഫർ. ആ ഓഫർ നമുക്ക് അക്സെപ്റ്റ് ചെയ്താലോ? ലെറ്റ്സ് അക്സെപ്റ്റ് ദാറ്റ് ഓഫർ. ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യാം. ദെൻ ലെറ്റ്സ് പ്രിപ്പയർ സം ഫുഡ്. ലെറ്റ്സ് റിജക്ട് ദാറ്റ് ഓഫർ. ദ നെക്സ്റ്റ് വൺ, ലെറ്റ്സ് റിജക്ട് ദാറ്റ് ഓഫർ. ആ ഓഫർ അത്ര ശരിയല്ല, അതുകൊണ്ട് നമുക്ക് ആ ഓഫർ റിജക്ട് ചെയ്യാം. ലെറ്റ്സ് റിജക്ട് ദാറ്റ് ഓഫർ. ദ നെക്സ്റ്റ് വൺ, ലെറ്റ്സ് സ്റ്റാർട്ട് എ ബിസിനസ്. നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് റിപ്പയർ ദാറ്റ് കാർ. ആ കാർ നമുക്ക് റിപ്പയർ ചെയ്യാം. നെക്സ്റ്റ് വൺ, ലെറ്റ്സ് സ്റ്റോപ്പ് ദിസ് ടോക്ക്. ഈ ടോക്ക് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഈ ടോക്ക് അവസാനിപ്പിക്കാം. അപ്പൊ ഇങ്ങനെയാണ് ലെറ്റസ് വെച്ച് നമുക്ക് ഒരുമിച്ച് ചെയ്യാന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് റീഡ്, ലെറ്റ്സ് അക്സെപ്റ്റ്, ലെറ്റ്സ് പ്രിപ്പയർ, ലെറ്റ്സ് റിജക്ട്, ലെറ്റ്സ് സ്റ്റാർട്ട്, ലെറ്റ്സ് സ്റ്റോപ്പ്. അപ്പൊ നമുക്ക് എക്സാമ്പിൾസ് ഒന്നുകൂടി പറയാം. ഓക്കെ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് റീഡ്, ലെറ്റ്സ് അക്സെപ്റ്റ്, ലെറ്റ്സ് പ്രിപ്പയർ, ലെറ്റ്സ് റിജക്ട്, ലെറ്റ്സ് സ്റ്റാർട്ട്, ലെറ്റ്സ് റിപ്പയർ, ലെറ്റ്സ് സ്റ്റോപ്പ്. അപ്പോൾ ഇതേപോലെ ഇത്രയും വൊക്കാബുലറി ഉള്ളു. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഐഡിയ ഉള്ളത് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ സെൻറ്റൻസ് ആക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ്, വളരെ എളുപ്പമാണ്. പ്രാക്ടീസ് ചെയ്യുക. ഒരു 100 എക്സാമ്പിൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുക. നമുക്കിനി അടുത്തത് ലെറ്റസ് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ് മീ പറയാം. ലെറ്റ് മീ എന്ന് പറയുമ്പോൾ എന്താണ്? എന്നെ അങ്ങനെ ചെയ്യാൻ അനുവദിക്കൂ, ഞാൻ അങ്ങനെ ചെയ്തോട്ടെ, എന്നോട് അങ്ങനെ പറയൂ, എന്നോട് അങ്ങനെ ചെയ്യാൻ പറയൂ എന്നൊക്കെ പറയില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ലെറ്റ് മീ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. അപ്പം ലെറ്റ് മീ വെച്ചിട്ടുള്ള എക്സാമ്പിളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലെറ്റ് മീ അലൗ മീ ടു ഗോ ഫ്രം ഹിയർ. എന്നെ ഇവിടുന്ന് പോകാനെന്ന് അനുവദിക്കുമോ? ലെറ്റ് മീ അലൗ മീ ടു ഗോ ഫ്രം ഹിയർ. ലെറ്റ് മീ ആൻസർ ദ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ആൻസർ പറയാനായിട്ട് എന്നെ അനുവദിക്കുമോ? ലെറ്റ് മീ ആൻസർ ദ question. The next one, let me practice English for a while.
ലെറ്റ് മീ പ്രാക്ടീസ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എന്നെ അനുവദിക്കുമോ. ലെറ്റ് മീ, ഞാൻ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തോട്ടെ എന്നൊക്കെ ഉള്ള സന്ദർഭങ്ങൾ വരാം കേട്ടോ. അത് ലെറ്റ് മീ പ്രാക്ടീസ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തോട്ടെ. നെക്സ്റ്റ് ലെറ്റ് മീ ഓർഗനൈസ് ദ പ്രോഗ്രാം, എന്നാൽ ആ പ്രോഗ്രാം ഞാൻ ഓർഗനൈസ് ചെയ്യട്ടെ. ലെറ്റ് മീ ഓർഗനൈസ് ദ പ്രോഗ്രാം. ലെറ്റ് മീ മാനേജ്, ലെറ്റ് മീ മാനേജ് ദം, ലെറ്റ് മീ മാനേജ് ദം, ഞാൻ അവർ മാനേജ് ചെയ്യട്ടെ അല്ലെങ്കിൽ ഞാൻ അവർ മാനേജ് ചെയ്തോട്ടെ എന്നൊക്കെ പറയാം. ലെറ്റ് മീ സ്പീക്ക് ഇംഗ്ലീഷ്, ലെറ്റ് മീ സ്പീക്ക് ഇംഗ്ലീഷ്, ഞാനൊന്ന് ഇംഗ്ലീഷിൽ സംസാരിച്ചോട്ടെ. Let me speak English. The next one, let me work. ഞാൻ വർക്ക് ചെയ്തോട്ടെ. Let me work. ഞാൻ ജോലി ചെയ്തോട്ടെ. ഇങ്ങനെയാ വരിക. അപ്പോൾ ഒന്നുകൂടി നോക്കാം നമുക്ക്. Let me allow. Let me answer. Let me practice. Let me organize. Let me manage. Let me speak. Let me work. ഇങ്ങനെ നിങ്ങൾ ഇംഗ്ലീഷ് ഇതേപോലെ തന്നെ ലെറ്റേഴ്സ് പ്രാക്ടീസ് ചെയ്ത അതേ സാധനം മാത്രമേ ഉള്ളൂ. വൊക്കാബുലറി നിങ്ങൾ മാറ്റി ചേഞ്ച് ചെയ്താൽ മതി. 100 വൊക്കാബുലറി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെറ്റേഴ്സും ലെറ്റ് മീയും ഒക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇനി ലെറ്റ് ഹിം നോക്കാം. ഹിം നോക്കിയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ആഡ് ചെയ്യുന്നുള്ളൂ. ലെറ്റ് മീക്ക് പകരം ഇവിടെ എന്ത് ചെയ്യുന്നു, ഹിം ആഡ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. ഹിം, ലെറ്റ് ഹിം. അപ്പൊ നമുക്ക് ലെറ്റ് ഹിമിന്റെ എക്സാമ്പിൾ നോക്കാം. അപ്പൊ നമുക്ക് ലെറ്റ് ഹിമിന്റെ എക്സാമ്പിൾസ് നോക്കാം. അപ്പൊ ലെറ്റ് ഹിമിന്റെ എക്സാമ്പിൾസ് അവനെ അങ്ങനെ ചെയ്യാൻ അനുവദിക്കൂ എന്നാ പറയാ അല്ലേ. അപ്പൊ ലെറ്റ് ഹിം പാർട്ടിസിപ്പേറ്റ്, ലെറ്റ് ഹിം പാർട്ടിസിപ്പേറ്റ്, അവനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കൂ, അവനെ ആ പ്രോഗ്രാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കൂ. ദെൻ ലെറ്റ് ഹിം റൂൾ, അവനെ ഭരിക്കാനായിട്ട് അനുവദിക്കൂ, അവനെ ഭരിക്കാനായിട്ട് ലെറ്റ് ഹിം റൂൾ ദ വേൾഡ്, അവനെ ഈ വേൾഡ് ഭരിക്കാനായിട്ട് അനുവദിക്കൂ. ആൻഡ് ലെറ്റ് ഹിം റെഡ്യൂസ് ഹിസ് ഫാറ്റ്, അവനവൻ്റെ തടി കുറയ്ക്കാനായിട്ട് അനുവദിക്കൂ. ലെറ്റ് ഹിം റെഡ്യൂസ് ദ ഫാറ്റ്, തടി കുറയ്ക്കാനായിട്ട് അനുവദിക്കൂ. ദ നെക്സ്റ്റ് വൺ, ലെറ്റ് ഹിം വർക്ക്, അവന് വർക്ക് ചെയ്യാൻ അനുവദിക്കൂ. ലെറ്റ് ഹിം വർക്ക്. ദ നെക്സ്റ്റ് വൺ, ലെറ്റ് ഹിം സേവ് ദ മണി, അവന് പണം സേവ് ചെയ്യാനായിട്ട് അനുവദിക്കൂ. ലെറ്റ് ഹിം സേവ് ദ മണി, അവനെ പണം സമ്പാദിക്കാനായിട്ട് അല്ലെങ്കിൽ സേവ് ചെയ്യാനായിട്ട് അനുവദിക്കുന്ന പറയാം. ഇത് വളരെ കുറച്ച് എക്സാമ്പിൾ മതി ഇത്, കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം നിങ്ങൾ തന്നെ എക്സാമ്പിൾ കുറച്ച് കണ്ടെത്താൻ വേണ്ടിയാണ് കൂടുതൽ ഞാനിവിടെ തരാത്തത്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ലെറ്റ് ഹിം പാർട്ടിസിപ്പേറ്റ് ഇൻ ദാറ്റ് പ്രോഗ്രാം, ലെറ്റ് ഹിം റൂൾ ദ വേൾഡ്, ലെറ്റ് ഹിം റെഡ്യൂസ് ദ ഫാറ്റ്, ലെറ്റ് ഹിം വർക്ക്, ലെറ്റ് ഹിം സേവ് ദ മണി. ഇത്രയേ ഉള്ളൂ ഈ എക്സാമ്പിൾസ്. അപ്പോൾ ഇതും പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് ലെറ്റ് ഹെർ ആണ്. അവളെ അങ്ങനെ ചെയ്യാനായിട്ട് അനുവദിക്കൂ, അല്ലെങ്കിൽ അവളെ സമ്മതിക്കൂ, അവളോട് സമ്മതിക്കൂ, അങ്ങനെ ചെയ്യാനായിട്ട് എന്നൊക്കെ പറയാം നമുക്ക്. അപ്പോൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ലെറ്റ് ഹെർ കം ഹിയർ, അവളെങ്ങോട്ട് വരാനായിട്ട് അനുവദിക്കൂ. ലെറ്റ് ഹെർ കം ഹിയർ, അവളെങ്ങോട്ട് വരുത്തു എന്നൊക്കെ നമുക്ക് പറയാം. ലെറ്റ് ഹെർ കം ഹിയർ. ലെറ്റ് ഹെർ ഷെയർ ഹെർ ഐഡിയാസ്, അവളുടെ ഐഡിയാസ് ഷെയർ ചെയ്യാൻ അനുവദിക്കും. ലെറ്റ് ഹെർ ഷെയർ ഹെർ ഐഡിയാസ്, അവളുടെ ഐഡിയാസ് ഷെയർ ചെയ്യാനായിട്ട് അനുവദിക്കും. ലെറ്റ് ഹെർ ഷെയർ ഹെർ ഐഡിയാസ്. ലെറ്റ് ഹെർ പേ ദ മണി, അവളെ പൈസ അടയ്ക്കാനായിട്ട് അനുവദിക്കും. ലെറ്റ് ഹെർ പേ ദ മണി. ദ നെക്സ്റ്റ് വൺ, ലെറ്റ് ഹെർ സർവൈവ്, അവളെ ഒന്ന് സർവൈവ് ചെയ്യാനായിട്ടൊന്ന് അനുവദിക്കൂ അല്ലേ, അവളെ ഒന്ന് രക്ഷപ്പെടാനായിട്ടൊന്ന് അനുവദിക്കൂ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞാൽ ലെറ്റ് ഹെർ സർവൈവ്. ദ നെക്സ്റ്റ് വൺ, ലെറ്റ് ഹെർ ചൂസ്, അവളെ ചൂസ് ചെയ്യാനായിട്ട് അനുവദിക്കൂ, അവളുടെ ഹസ്ബൻഡിനെ ചൂസ് ചെയ്യാനായിട്ട് അവളെ അനുവദിക്കൂ. ലെറ്റ് ഹെർ ചൂസ്. ദ നെക്സ്റ്റ് വൺ, ലെറ്റ് ഹെർ ഡ്രിങ്ക്, അവളെ കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് അനുവദിക്കൂ. ലെറ്റ് ഹെർ ഡ്രിങ്ക്. അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം. ലെറ്റ് ഹെർ കം, ലെറ്റ് ഹെർ ഷെയർ, ലെറ്റ് ഹെർ പേ, ലെറ്റ് ഹെർ സർവൈവ്, ലെറ്റ് ഹെർ ചൂസ്, ലെറ്റ് ഹെർ ഡ്രിങ്ക്. അങ്ങനെ ചെയ്യാനായിട്ട് അനുവദിക്കുക. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാനുള്ളത്. ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുവരെയായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വിലയേറിയ ഒത്തിരി അറിവുകൾ നമ്മളിതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ എക്സാമ്പിൾസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ദെൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കട്ടെ. മൈ ഡിയർ ഫ്രണ്ട്സ്, സ്പീക്ക് ഇംഗ്ലീഷ്, ചേഞ്ച് യുവർ ലൈഫ്. താങ്ക് യു. Can speak English. The Western Speaker, പാലാരിവട്ടം.